അതൊന്നും മലയാളം അല്ലടി. എന്റെ അടുത്ത് തന്നെ നിന്നെ സംസാരിച്ച എനിക്കറിയില്ല എന്റെ അമ്മ എന്ത് ഭാഷ സംസാരിക്കുന്നു. എനിക്കറിയാം. എന്താ നിക്ക് ഇത് തമിഴ് ബിഗ് ബോസാ ആണാ മലയാളോ? അതൊന്നും മലയാളം അല്ലടി. മലയാളം തമിഴ് ബിഗ് ബോസ് മലയാളത്തിലേക്ക് മാറ്റിയോ? കഴിഞ്ഞ ദിവസം വീട്ടിൽ നടന്നൊരു സംഭവം ആട്ടോ. തമിഴ് ബിഗ് ബോസ് ഇപ്പൊ ഏതാണ്ട് പര്യവസാനത്തിലേക്ക് പോയിരിക്കുകയാണ്. ആരായിരിക്കും വിന്നർ എന്ന് അറിയാനായിട്ട് തമിഴ് പ്രേക്ഷകർ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് വീട്ടിലെ കിച്ചണില് മലയാളത്തിലെ നമ്മുടെ സ്വന്തം കണ്ടസ്റ്റൻസിനെ ട്രോളിക്കൊണ്ട് തമിഴിലെ ഓരോ കണ്ടസ്റ്റൻസ് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ റീ എൻട്രി ആണല്ലോ, പുറത്തായി പോയ കണ്ടസ്റ്റൻസ് ഓരോരുത്തർ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി നമ്മുടെ മലയാളം ബിഗ് ബോസിനെ ട്രോളുന്നു. ഈ കഴിഞ്ഞതല്ല, മലയാളത്തിൽ ഏത് ബിഗ് ബോസ് എടുത്ത് കൊടുക്കുകയാണെങ്കിലും കിച്ചണിലാണ് ആ ഒരു വഴക്കടക്കുന്നത്. അത് സ്വാഭാവികം, അതിന് നമുക്ക് തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. കൂടുതൽ കണ്ടന്റുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിച്ചണിലായതുകൊണ്ടും സ്വാഭാവികമായിട്ടും ബിഗ് ബോസിലേക്ക് പോകുന്ന ഓരോ കണ്ടസ്റ്റൻസും അതിപ്പോൾ ഏത് ലാംഗ്വേജിലാണെങ്കിലും ഏതാണ് ഹൈലൈറ്റ് എന്ന് നോക്കി പോകുന്നത് സ്വാഭാവികമാണല്ലോ. കാരണം നമ്മുടെ കഴിഞ്ഞ സീസണിൽ കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ വഴക്ക്. അത് ആരായിരുന്നു കേട്ടോ, നമുക്കത് കേട്ടു നോക്കാം. മലയാളം ബിഗ് ബോസ് തന്നെയാണ് മക്കളെ സൂപ്പർ. മലയാളം ബിഗ് ബോസിൽ കിച്ചണിൽ ഉണ്ടായ വഴക്കുണ്ടല്ലോ, അവർ റീമേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തമിഴ് ബിഗ് ബോസിൽ. അതൊന്നും മലയാളം അല്ലടി. സംസാരിച്ച എനിക്കറിയില്ല എന്റെ അമ്മ എന്ത് ഭാഷ സംസാരിക്കുന്നു. എനിക്കറിയാം. എന്താ എനിക്കറിയാം എന്റെ ഭാഷ സംസാരിക്കാൻ എനിക്കറിയാം. അങ്ങനെ ചീത്ത പറയരുത്. അവര് പേടിച്ചിടി കണ്ടാലറിയാ പേടി. എന്നടാ ഇത് തമിഴ് ബിഗ് ബോസാ മലയാളം ബിഗ് ബോസാ? ഇപ്പോൾ വലിയ വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വഴക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പം മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കിമി എന്നാണ് അപ്പോൾ പെൺകുട്ടിയുടെ പേര്. ഓക്കെ, കിമിയും ദിവ്യയും വിയാനും എല്ലാവരും കൂടി മലയാളത്തിൽ സംസാരിക്കുന്നു ഗൈസ്. പാറും കമറും പുറത്തായതിനു ശേഷം ഞാൻ അധികം അങ്ങോട്ട് തമിഴ് ബിഗ് ബോസ് കാണാറില്ല. കഴിഞ്ഞ ദിവസം ഒന്ന് കണ്ടപ്പോഴാണ് കേട്ടോ അവിടെ മലയാളം കിച്ചണിൽ അങ്ങോട്ട് മലയാളത്തിൽ സംസാരിക്കുന്നു. ആരൊക്കെ സംസാരിക്കുന്നത്? ദിവ്യ, വിയാന, കിമി, അങ്ങനെ കുറച്ച് പേരൊക്കെയെന്നാണ് പേര്. അവരൊക്കെ എന്നാണ്ട് ഇങ്ങനെ മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തമിഴ് ബിഗ് ബോസ് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ വഴക്കുണ്ടായ സ്ഥലം കിച്ചണാണല്ലോ. അപ്പോൾ കിച്ചണിൽ നിന്നിട്ട് ഇവരിങ്ങനെ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സീസൺ 9 ഉണ്ടല്ലോ തമിഴിലെ ഏറ്റവും കൂടുതൽ അവർ ഇങ്ങനെ ചെയ്യണം, അങ്ങനത്തെ സ്ട്രാറ്റജി ഉപയോഗിക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പോയിരിക്കണം. എനിക്ക് തോന്നുന്നു മലയാളത്തിനെ കണ്ടിട്ടാന്ന് തോന്നുന്നു കേട്ടോ. അതേ സ്ട്രാറ്റജി തന്നെയാണ് ഈ റീ എൻട്രിക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീടിൻ്റെ അകത്ത് കയറിയിട്ട് കിച്ചണിൽ കയറിയിട്ട് ഭയങ്കര തല്ലുപിടുത്തം. അത് ഫണ്ണാണ് അവർ ഉദ്ദേശിച്ചത്, ഫൺ തന്നെയാണ്. അത് മലയാളത്തിൽ പറഞ്ഞ് ഫണ്ണുണ്ടാക്കണമെങ്കിൽ നമ്മുടെ അനുമോളെ ഇമിറ്റേറ്റ് ചെയ്ത് പോയിട്ട് അനുമോള് കണ്ടന്റ് ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ? എന്തായാലും വളരെ രസകരമായിട്ട് തോന്നി എനിക്ക്. പെട്ടെന്ന് കണ്ടപ്പോൾ ഇവർ മലയാളമാണ് പറയുന്നത്, അന്യനാട്ടുകാർ മലയാളം പറയണയൊക്കെ ഒരു പ്രത്യേക രസമാണ്. പക്ഷെ അവരെ സമ്മതിക്കണം കേട്ടോ, മലയാളം പറയാൻ ഭയങ്കര പാടാണ്. നമ്മൾ മറ്റുള്ള ലാംഗ്വേജസൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ തമിഴൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് പറയാൻ പറ്റും, നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പം തമിഴുള്ളവർക്ക് മലയാളം മനസ്സിലാവുന്നുണ്ടെങ്കിലും അവർക്ക് ചില വാക്കുകളൊന്നും പെട്ടെന്ന് പറ്റില്ല. നമ്മുടെ മലയാളത്തിൽ ചെറിയ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ടഫാണ് പറയാനായിട്ട്. പലർക്കും അത് പറ്റാറില്ല. അവർ പറയണതൊക്കെ നമുക്ക് ശരി വരും. അത് തമിഴ് പറയുന്നത് അവർക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ കുറച്ച് തമിഴ് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ പറയും അവർക്ക് മലയാളമൊക്കെ സിമ്പിളാണ് എന്നൊക്കെ പറയാം. എവിടെ കേട്ടാൽ മനസ്സിലാവും. പക്ഷെ അവർ മലയാളം പറയണ കേട്ടാൽ അവർ വിചാരിക്കും ഭയങ്കര ഫ്ലുവൻ്റായിട്ട് അവർ മലയാളം പറയണേന്ന്. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷെ രസമാണ് അതൊക്കെ പറയണത് കേൾക്കുമ്പോൾ. അതേപോലെ തന്നെ ഇവർ മലയാളം പറയണ കേൾക്കുമ്പോഴേക്ക് നമുക്ക് ചിരി വരും. പക്ഷെ രസമല്ലേ, നമ്മുടെ ഭാഷയൊക്കെ അവർ പറയുന്നു. നമ്മുടെ അനുമോളൊക്കെ പോലെ അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നേ എന്താ അല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ മാത്രമല്ല, അങ്ങ് തമിഴ്നാട്ടിലും അനുമോള് സ്ഥാനം പിടിച്ചു. അവരുടെ പ്രേക്ഷകരുള്ളിൽ സ്ഥാനം പിടിച്ചത്. അവിടുത്തെ കണ്ടസ്റ്റൻസ് ആ കിച്ചണിൽ പോയിട്ട് നമ്മുടെ മലയാളമൊക്കെ പറഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്ത് അങ്ങനെ രസകരമായിട്ടുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ തമിഴിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏതാനും ദിവസങ്ങൾ, വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആരായിരിക്കും വിന്നർ? ഓഫ് കോഴ്സ് നമ്മുടെ ദിവ്യ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യമുണ്ട്, ആ സമയത്ത് എന്നെ കുറേ പേര് ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു സാൻഡ്ര പുറത്തു പോകും എന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ചീത്ത പറഞ്ഞു. പിന്നെ സാൻഡ്ര പുറത്തു പോകും, സാൻഡ്ര മലയാളിയാണ്, നിങ്ങൾക്ക് മലയാളികളോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞു.
ഞാൻ അന്ന് പറഞ്ഞില്ലേ സാൻഡ്ര പോകും. അതാണ് ബിഗ് ബോസ് ചരിത്രം. ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് കാരണം ആരെങ്കിലും എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ റെഡ് കാർഡ് വാങ്ങി പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് കാരണക്കാരിയായ അല്ലെങ്കിൽ കാരണക്കാരനായിട്ടുള്ള ആള് പിന്നത്തെ ആഴ്ച പുറത്തു പോകും. അതാണ് ചരിത്രം. പിന്നെ സാൻഡ്രയെ സംബന്ധിച്ച് സാൻഡ്രയ്ക്ക് അത്രയ്ക്ക് ഫാൻസ് ഒന്നും ഉണ്ടായില്ല, എങ്ങനെയൊക്കെ നിന്നുപോയി, കുറച്ച് ഹോൾഡൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നിന്നുപോയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. സാൻഡ്ര പുറത്തു പോയത് അവൾ ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ആഘോഷിച്ചിട്ടാണ് കേട്ടോ എല്ലാവരും അത് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും അത് പോയി, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ചെറിയൊരു വാർത്തയും കൂടി ഞാൻ അറിഞ്ഞു. കമ്രുവിൻ്റെ കല്യാണമാണ്. അത് ആരായിട്ടാ? പാറു ആണോ? അത് തോന്നുന്നു. എന്തോ മിക്കവാറും ആയിക്കൂടാ എന്നൊന്നുമില്ല. ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഫാൻസ് നേരെ തിരിഞ്ഞു. കമ്രുവിനെയും പാറുവിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു, സാൻഡ്രേനെ നേരെ ഡൗൺ ആക്കി. ആരായിരിക്കും വിന്നർ എന്നുള്ളത് അതും ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. ദിവ്യ ആയിരിക്കും ആക്കാര്യത്തിൽ. സാൻഡ്ര എന്ന് വെച്ചാൽ ദിവ്യ ആയിരിക്കും ആക്കാര്യത്തിൽ, യാതൊരു സംശയവും എനിക്കില്ല. പിന്നെ ഫസ്റ്റ് റണ്ണർ അപ്പ് ആരായിരിക്കും? ആരെങ്കിലും ആവട്ടെ. എന്തായാലും നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 വരുന്നുണ്ട്. അത് അധികം കാലതാമസമൊന്നുമില്ല. ഈ മാർച്ച് കഴിയുമ്പോൾ തന്നെ, കഴിഞ്ഞ 1.5 വർഷത്തിന് ശേഷമാണല്ലോ നമ്മുടെ സീസൺ 7 വന്നത്. കുറേ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അത് ലാലേട്ടൻ്റെ പുതിയ പ്രോജക്റ്റും ലാലേട്ടൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആ അത്ര ഡിലേ വന്നത്. ഈ വർഷം നമ്മുടെ മാർച്ചിൽ അല്ലെങ്കിൽ മാർച്ച് അവസാനത്തോടു കൂടിയിട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ബിഗ് ബോസ് മിസ് ചെയ്യുന്നില്ലേ? ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പകുതി ദിവസമൊക്കെ എത്തിയപ്പോൾ, ഒരു 55-60 ദിവസമൊക്കെ എത്തിയപ്പോൾ ഇത് എന്താണ് തീരാത്ത ബോറടിക്കണം എന്നെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഒന്നും ഉണ്ടായിരുന്നില്ല ചില സമയത്തൊക്കെ. പക്ഷെ ഇപ്പം അത് ആലോചിക്കുമ്പോൾ വെറുതെ ടി വിയിൽ അവർ അനങ്ങിക്കൊണ്ടിരിക്കണമെന്നെങ്കിലും കാണാമായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും അധികം നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട. നമ്മുടെ പുതിയ കണ്ടസ്റ്റൻസ് നമ്മളിലേക്ക് സീസൺ 8 വരാൻ പോകുന്നു. നമ്മുടെ 8 കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതേപോലെ ഇവിടെ പുറത്ത് കിടന്ന് അത് ചെയ്ത് ഇത് ചെയ്തു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിട്ടോ അവിടെ പോയി നന്മമരം കളിച്ചിരിക്കും. ഈ കിടന്ന കഷ്ടപ്പാട്, പുറത്ത് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കഷ്ടപ്പാടുകളില്ലേ, അത് ഞങ്ങളുടെ വീട്ടിൽ പോയിട്ടും കാണിക്കണേ. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാതെ എല്ലാവർക്കും